അങ്ങനെ അമേരിക്കയിൽ എത്തിയിട്ട് ഏകദേശം ഒരു 2 മാസത്തിന് ശേഷം നമ്മളൊരു റോഡ് ട്രിപ്പ് പോവാം കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ടെക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിൽ ഡാലസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അർക്കൻസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റിലാണ്. സോ വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ വണ്ടിയില്ലല്ലോ. സോ നമ്മളൊരു വണ്ടി റെൻറ്റിന് എടുത്തു കേട്ടോ. അപ്പം ഞങ്ങൾ മാത്രമല്ല പോകുന്നത്, ഞങ്ങളുടെ കൂടെ സുയിത്തേട്ടൻ ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് ഒരു സുയിത്തേട്ടൻ. അപ്പോൾ സുയിത്തേട്ടൻ ആൻഡ് ഫാമിലി കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വണ്ടി കാണിച്ചു തരാം. ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന വണ്ടി കേട്ടോ. ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ വാഗണർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. അത്യാവശ്യം വലിയൊരു സാധനമാണ് കേട്ടോ. നമ്മളെ ഒരു ട്രിപ്പിനൊക്കെ പോകാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ്. 7 സീറ്റർ വണ്ടിയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇതിന് വണ്ടിക്ക്. ഇതേ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ കയറുന്നത്. ഇവിടെ വന്ന സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ആശ്ചര്യമായിരുന്നു. പിന്നെ ഇതുപോലത്തെ വണ്ടി തന്നെയായിരുന്നു അധികം കാണാറില്ല. അപ്പം നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിറ്റിയിലേക്കാണ്. അപ്പം അവിടെ ഇഷ്ടം പോലെ വണ്ടികളും കാര്യങ്ങളൊക്കെ കാണാനുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം എന്തായാലും. സോ ഇതാണ് നമ്മുടെ വാണിക്കുട്ടി. വാണി, where are you going? We're going to Dallas. Dallas. Oh, super. Are you excited? Yes. Yes, cool. ഇതാണ് നമ്മുടെ ധനു. Say hi. Okay. സോ നമ്മൾ പതുക്കെ പോകാൻ പോവുകയാണ്. നമ്മൾ ആക്ച്വലി 6 മണിക്ക് പുറപ്പെടുന്നതായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ സമയം 7:15. പക്ഷേ ഇവിടെ ഒരു രക്ഷയില്ലാത്ത തണുപ്പാട്ടോ. ഞങ്ങളിതേ ഗ്ലൗ ഒക്കെ ഇട്ട് നിൽക്കുകയാണ്. ഇപ്പം ടെമ്പറേച്ചർ എത്ര ഉണ്ടാവും പറഞ്ഞാൽ 0 ഡിഗ്രി അല്ലേ? 0 അങ്ങനെയാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല തണുപ്പാണ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ സുയിത്തേട്ടൻ. സുയിത്തേട്ടാ, ഹായ്. ഇത് നമ്മുടെ വിഷ്ണു ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് നല്ല ഇഡ്ഡലിയും ചട്നിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാണ് പറഞ്ഞത്. ഇഡ്ഡലിയും ചട്നിയും കിട്ടൂലേ ഉറപ്പായിട്ടും? കണ്ടിപ്പാ. ആർക്ക് ഇഡ്ഡലിയും ചട്നിയിലും നിനക്ക് എന്തായാലും ഉണ്ടാക്കി ഇഡ്ഡലി മൊത്തം നിനക്കാണ്. ഓക്കെ. അപ്പം സുയിത്താറിന്റെ വീട് ശരിക്കും വരുന്നത് കറക്റ്റ് സ്ഥലം എവിടെയായിരുന്നു സുയിത്താ? തൃശ്ശൂർ ചാലക്കുടിയാണ്. ചേച്ചിയുടെ വീടും ആറാട്ടുപുഴ. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് പരിചയപ്പെട്ടാണ്. നമുക്ക് നാട്ടിലുണ്ട് സുയിത്തേട്ടൻ, ഇവിടെ ഉണ്ട് സുയിത്തേട്ടൻ, അവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ പതുക്കെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, പൊളിക്കല്ലേ? യെസ്. ഓക്കെ, സെറ്റ്. പൊളിക്കണ്ട, പതുക്കെ. നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ഒഫീഷ്യലി. സോ നമ്മളിപ്പം കയറിയിരിക്കുന്നത് ഫ്രീ വേയിലാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഹൈവേ എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു ഫ്രീ വേയിലാണ്. സോ ഇതോടെ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എത്ര ഫ്രീ വേയിൽ? 75 മൈൽ. 75 മൈൽ കയറുമ്പോൾ നാട്ടിലൊരു എത്ര km/h? കുടുങ്ങി കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഏകദേശം 75 മൈലാണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. വെച്ചാലൊക്കെ വാണി കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കഴിച്ച് ചോദിച്ച് പോകാം. സുധറിന് കാലിഫോർണിയ ആണോ അതോ അർക്കൻസ ആണോ ഇഷ്ടമായത്? എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടം കാലിഫോർണിയ ആണ്. കാരണം അവിടെ വന്ന് ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട്. ഫ്രണ്ട്സ് മാത്രമല്ല, ബീച്ച്, അങ്ങനത്തെ കുറെ എന്റർടൈൻമെന്റ് സ്പോട്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഒന്നുമില്ല. അപ്പോ ഇവിടെ ഒന്നുമില്ല. ഇവിടെ എന്റർടൈൻമെന്റ് എല്ലാം വാൾമാർട്ടാണ്. വാൾമാർട്ട് പറഞ്ഞു തീർന്നില്ല. അതേ ഇരിക്കണം വാൾമാർട്ട്. മലയംകുന്ന് നമുക്കൊരു ട്രക്കിങ്ങിനൊക്കെ പോവാം. നമുക്ക് പിന്നെ പാർക്ക്, അതൊക്കെ ഓക്കെയാണ്. പിന്നെ ഇവിടെ പോസിറ്റീവ് കാര്യം എന്ന് വെച്ചാൽ ക്രൈം ഭയങ്കര കുറവാണ്. ഇപ്പൊ നമ്മള് വന്നല്ലോ. അത് ശരിയാ. കാലിഫോർണിയയിൽ ക്രൈം കൂടുതൽ. കാലിഫോർണിയയിൽ ഭയങ്കര കൂടുതലാണ്. കാരണം അവിടെ ഹോംലെസിന്റെ പ്രശ്നം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഹോംലെസും ഡ്രഗ്സും എല്ലാം കൂടുതലാണ് അവിടെ. അത് കാരണം അവിടെ വന്ന് അവിടെ കമ്പയർ ചെയ്യുമ്പോ ഇവിടെ കുഴപ്പമില്ല. ഇവിടെ ഭയങ്കര സേഫ് ആണ്. ഇവിടെ കുറെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇല്ലേ, വലിയൊരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ഇഷ്ടംപോലെ മലയാളികളുണ്ട്. 1000 പേര് മലയാളികൾ തന്നെ ഉണ്ട്. ഇതില് തമിഴ് കമ്മ്യൂണിറ്റി, തെലുഗു കമ്മ്യൂണിറ്റി, ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി തെലുഗു കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ ഒരു വിധം നല്ലതാണ്. ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇഷ്ടംപോലെ ഉണ്ട്.
നമ്മുടെ ആൾക്കാരുള്ളത് കൊണ്ട് ഒരു കുറച്ചും കൂടി സേഫ്റ്റി ഉണ്ട്. ഓക്കെ. പലതരം ആൾക്കാർ വരുമ്പോഴാണ് പ്രശ്നം. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഹോംലെസ്നെസ് ഒരു പ്രശ്നമാണ് USA-ൽ. മൊത്തത്തില് അതൊരു വലിയൊരു പ്രശ്നമാണ്. നമ്മള് എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഇവിടത്തെ ഗൺ റൂൾസും ഭയങ്കര മോശമാണ്. അപ്പോൾ അങ്ങനത്തെ കാലിഫോർണിയ പോലത്തെ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതൊക്കെയാണ് നെഗറ്റീവ് ആസ്പെക്ട്. പക്ഷെ പോസിറ്റീവായ കുറെ കാര്യങ്ങളുണ്ട്. പാർട്ടി വൈബ്, അത് ഇത് കുറെ എന്റർടൈൻമെന്റ് ഫാക്ടർ ഭയങ്കര കൂടുതലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഓപ്ഷൻസ് വളരെ കുറവാണ്. ഇവിടെ ഇപ്പൊ നമ്മള് ചെയ്യുന്നത് എന്താണ്, ഇപ്പൊ ലോങ് വീക്കെൻഡ് ആയപ്പോ നമ്മള് ഡാലസ് പോകുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മറ്റേ ട്രക്കിങ്ങിന്റെ സ്പോട്ടൊക്കെ കണ്ടുപിടിച്ചിട്ടേ നമ്മള് വണ്ടി എടുത്തിട്ട് നമുക്ക് ഒരു ദിവസം പോകാം. ഒരു RV എടുത്തിട്ട് പോയി. ശരി, RV ഉണ്ടല്ലേ, റീക്രിയേഷൻ വെഹിക്കിള്. ഓക്കെ ഓക്കെ. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എവിടെ വേണമെങ്കിലും പോയി ഒരു സ്റ്റേ ചെയ്തിട്ട്. ഇവിടെ നമുക്ക് RV എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, റീക്രിയേഷൻ വെഹിക്കിളും. അതായത് നമ്മുടെ ക്യാമ്പിംഗ് അങ്ങനത്തെ സെറ്റപ്പ് അല്ലേ, മറ്റേ ഒരു കാരവാൻ സെറ്റപ്പ്. അപ്പൊ അത് വേണമെങ്കിൽ നമ്മുടെ വണ്ടിയുടെ പുറകിൽ വെച്ചിട്ട് ടോ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്പോട്ടിലൊക്കെ പോയിരുന്നിട്ട് ക്യാമ്പ് ചെയ്തിട്ട് അതിനകത്ത് താമസിച്ച് ഫുഡൊക്കെ അടിച്ച് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ട് പോകാം. ഏകദേശം എത്ര റേറ്റ് ആവും അറിയാം? ഓൾ സീസൺ നമ്മുടെ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സൈഡിലൊക്കെ ഉണ്ടോ എല്ലാ മരത്തിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു തുടങ്ങി. കണ്ട ഇവിടെ കണ്ട എല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു തുടങ്ങി കേട്ടോ. ഇനി വിൻ്ററിൻ്റെ വരവാണ്. ഇപ്പോൾ ക്ലൈമറ്റ് അത്യാവശ്യം നല്ലൊരു ഫോഗി ക്ലൈമറ്റാണ്. ഇന്നലെ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഏകദേശം 277 മൈലുണ്ട് കേട്ടോ ടെക്സസിലോട്ട്. ടെക്സസ് അല്ല, ഐ മീൻ ഡാലസിലോട്ട്. അതായത് ഏകദേശം ഒരു 400 കിലോമീറ്റർ. നമ്മുടെ കിലോമീറ്ററിൽ പറയുകയാണെങ്കിൽ 400 കിലോമീറ്റർ റോഡ് ട്രിപ്പാണ്. ഒരു 5 മണിക്കൂറിനുള്ളിൽ നമ്മൾ അവിടെ എത്തുന്നതായിരിക്കും. ഇത് കണ്ടോ, ട്രക്കിൻ്റെ ഒരു കളി തന്നെയാണ് അമേരിക്കയിൽ കേട്ടോ. ട്രക്കിൻ്റെ ഒരു എവല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രക്കുകളുടെ ഒരു കൂമ്പാരമുള്ള സ്ഥലമാണ്. ഇതേ അടുത്ത് ഒരെണ്ണം പോകുന്നു. ഇത് ട്രക്കല്ല. സോ ഇതോടെ വണ്ടി അങ്ങനെ ഉണ്ട് ഓടിച്ചിട്ട്? അടിപൊളി ആണാ. വേറെ എടുക്കണ്ട, നമ്മള് വണ്ടി ഒന്ന് മാറ്റിയല്ലേ? അവിടെ ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പയ്യെ നിർത്തിയാട്ടോ. അപ്പം ഇവിടെ എല്ലാ പെട്രോൾ പമ്പിലും നമുക്ക് ഇതേപോലത്തെ ഫുഡ് കഴിക്കാനുള്ള സംഭവം ഒക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് അത് തേടി അലയേണ്ട ഒരു ആവശ്യമില്ല. ഇത് കണ്ടോ, ഇവിടെ സബ്വേ ഉണ്ട്, പിന്നെ വേറെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇവർക്ക് പെട്രോളിനെക്കാട്ടും കൂടുതൽ ലാഭം കിട്ടുന്ന ഇങ്ങനത്തെ ഷോപ്പുകളിൽ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ പെട്രോൾ പമ്പിലും അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് വണ്ടികൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ വന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ, ലോങ് ട്രിപ്പ് അടിക്കുന്ന ആൾക്കാർക്കൊക്കെ റെസ്റ്റ് എടുക്കണമെങ്കിലൊക്കെ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാം. പിന്നെ RV വെഹിക്കിൾസ് ഉണ്ട്, നേരത്തെ പറഞ്ഞ റീക്രിയേഷൻ വെഹിക്കിൾസ് ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്ഥലമാണ് അത്. അപ്പം ലോങ് ട്രിപ്പ് അടിക്കുമ്പോൾ നമുക്ക് ഹോട്ടൽസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ RV വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് വണ്ടി നിർത്തിയിട്ട് അതിനകത്ത് സ്റ്റേ അടിക്കാം കേട്ടോ. ഇവിടെ ഭയങ്കര സേഫാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. എനിവേ നമ്മളിപ്പോൾ അതൊക്കെ ഒന്ന് ഇതിനകത്തേക്ക് കയറി നോക്കാം. ഇതിൻ്റെ ഉള്ളിലാട്ടോ നമ്മളെ സബ്വേൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റ് പോലെ. സോ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഇനി നമുക്ക് പതുക്കെ ബാക്കി യാത്ര തുടരാം. എന്ത് തണുപ്പാണ്, ഒരു രക്ഷയില്ലട്ടാ, കിട്ടിലും തണുപ്പ്. എൻ്റെ അമ്മേ, ഒരു രക്ഷയില്ല, തണുത്തിട്ടേ. അയ്യോ, തണുപ്പ് താങ്ങുന്നുണ്ട്. പക്ഷെ ഞാനിത് ഇങ്ങനെ ഇട്ടുകൊണ്ടാ, ഉള്ളിൽ ഞാൻ തെർമലിട്ടില്ല. ഇഡ്ഡലി കഴിച്ചിട്ട് പോണോ ഇവിടുന്നാ? എന്താണ് ചെയ്യാ, എന്നാ ഞങ്ങൾ ഇഡ്ഡലി കഴിക്കട്ടെടാ. ഇഡ്ഡലി ചട്നി ഞാൻ ഇന്നലെ മുതലേ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. അതാണ് എവിടുന്നാ കഴിക്കുക? ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതിയാ? ഇതിപ്പോ നമ്മുടെ വണ്ടി ഒന്നും അല്ലല്ലോ. കഴിക്കാൻ പറ്റുമോ? അല്ല, കംഫർട്ടബിൾ അല്ല, എവിടെ പോയാലും ഉള്ളിലിരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ. ആ വേസ്റ്റ് എവിടെ കളയുന്ന? അതിനകത്ത് അവിടെ പോയി കളയാലോ വേസ്റ്റ് അല്ലേ? കാരണം പുറത്തുനിന്ന് കഴിക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പാണ്. അതെ അതെ അതെ.
അപ്പോൾ ഇത് ഞങ്ങളുടെ ഫുഡ് അടി തുടങ്ങി. നല്ല പൂപ്പാലത്തെ ഇഡ്ഡലി വിത്ത് ചട്നി. എങ്ങനെയുണ്ട് ഇഡ്ഡലി? അടിപൊളി. ചട്നി അതെ അടിപൊളി. ചട്നിയും പൊടിയുമാണ് അത്. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഞങ്ങളിത് പോവാൻ തുടങ്ങി. ബാക്കി യാത്ര സീറ്റ് ബെൽറ്റ് ഇട്ടാ ചക്കര കണ്ണു ചെയ്യാൻ തുടങ്ങി. പുറത്ത് ഭയങ്കര തണുപ്പാ കേട്ടോ. കൈ ഒരു രക്ഷയില്ല. കണ്ടോ, ഗ്ലൗ ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ഭയങ്കര തണുപ്പാ. ഭയങ്കര മരവിച്ചു പോകുന്ന ആ ടൈപ്പ് തണുപ്പാ കേട്ടോ. നമ്മളങ്ങനെ ഒക്ലഹോമ സ്റ്റേറ്റിലേക്ക് കടന്നു കേട്ടോ. ഒക്ലഹോമ എല്ലാവർക്കും പരിചയമുള്ളൊരു പേരായിരിക്കും. ഒക്ലഹോമ സ്റ്റേറ്റ് കയറി ദെൻ ടെക്സസ്, അങ്ങനെയായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവും കേട്ടോ. നമ്മളങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയതാട്ടോ. അപ്പം ഇവിടെയൊക്കെ നമ്മൾ തന്നെ വേണം അടിക്കാൻ. ഇവിടെ എത്ര കാണിക്കുന്ന റേറ്റ് പെട്രോളിന്? ഇവിടെ വന്ന് $2.04 ആണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലൊരു എനിക്ക് തോന്നുന്നൊരു 180 രൂപയ്ക്ക് 3 ലിറ്റർ. കൊള്ളാം, നല്ല ഡീലാണത്. ഇവിടെ എല്ലാം നമ്മൾ തന്നെ ആട്ടോ അടിക്കുന്നത്. തണുത്തിട്ട് രക്ഷയില്ല. എത്ര ലിറ്ററായി? 4 5 ലിറ്റർ. എത്ര ലിറ്റർ അടിക്കണം നമുക്ക്? $15 ഗാലനാ? ലിറ്റർ $15. ഓക്കെ. ഓട്ടോമാറ്റിക്കായി. അതെ. യെസ്. ഓക്കെ, നമ്മളങ്ങനെ പെട്രോൾ അടിച്ചു. അതെ, അവിടെ ഒരു വിൻറ്റേജ് കാർ കിടക്കണുണ്ട്. അതെ, അത് ഏതാ കാറ് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. മൊത്തം ട്രക്കും ഇതൊക്കെ തന്നെ. നമ്മുടെ വണ്ടി ഇതേ കിടക്കണം. സുഹിത്തേട്ടനാണെങ്കിൽ കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ വിട്ടുപോയി. കണ്ണൊക്കെ സ്ട്രെയിനായി. ലൈസൻസ് ഇല്ലാണ്ടായി പോയി സുഹിത്തേട്ടാ. അല്ല ഞാൻ ഓടിച്ചേനെ. നമുക്കിപ്പോൾ ലൈസൻസ് ഇല്ല. അപ്പോൾ ലൈസൻസ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ട് പതുക്കെ ട്രിപ്പൊക്കെ അടിക്കണം. ട്രിപ്പ് പിന്നെ തുടങ്ങണം. ഇനി നമുക്ക് ഏകദേശം ഒരു 150 മൈലും കൂടിയേ ഉള്ളൂ ടെക്സസിലോട്ട്. സോ എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂറിൽ നമ്മൾ അവിടെ എത്തും. ഓക്കെ. സോ നല്ല തണുപ്പാട്ടോ, ഒരു രക്ഷയില്ല തണുപ്പാണ്. ഇത് കണ്ടോ, വിൻറ്റേജ് ലോറികൾ പോകുന്നുണ്ടോ? അതിൻ്റെ അപ്പുറത്ത് പുതിയ മോഡേൺ ലോറി. ഇവിടുത്തെ നമ്പർ പ്ലേറ്റ് കണ്ടോ? ഈ മുകളിൽ കാണുന്ന പേര് ഓരോ സ്റ്റേറ്റും ആട്ടോ. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ കേരള ആണെങ്കിൽ കേരളത്തിന് കൊടുക്കുന്നതിന് പകരം ഇവിടെ ആ സ്റ്റേറ്റിൻ്റെ പേര് കൊടുക്കും, എന്നിട്ട് ആ നമ്പർ. അങ്ങനെ കേട്ടോ ഇവിടുത്തെ ഒരു നമ്പർ പ്ലേറ്റ് ഒക്കെ വരുന്നത്. നമ്മളങ്ങനെ ഓൾമോസ്റ്റ് ടെക്സസ് എത്താനായി. അപ്പോൾ ടെക്സസ് എത്താനായപ്പം വരുന്ന മാറ്റങ്ങൾ പതുക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. റോഡിൻ്റെ വലുപ്പം മാറി, പിന്നെ ഇവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ മാറി, വണ്ടികളുടെ എണ്ണം കൂടി, ഫ്ലൈ ഓവേഴ്സിൻ്റെ എണ്ണം കൂടി. ഇപ്പം അങ്ങനെ മുന്നോട്ടൊക്കെയാണ് കാണാം. ടെക്സസിലെത്തി, റൂമിൽ കയറി, റൂം ചെക്ക് ഇൻ ചെയ്തു. ഇനി ഞങ്ങൾ നേരെ ഞങ്ങളുടെ ലഗേജൊക്കെ എടുത്തിട്ട് റൂമിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ സമയം 2:15, ഉച്ചയ്ക്ക് 2:15. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കണം, ബാക്കി പരിപാടികളൊക്കെ നോക്കണം. പിന്നെ അത് ഞാൻ റൂം കാണിച്ചു തരാം, എങ്ങനെയുണ്ട് റൂം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഞാൻ അത് റൂം കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞങ്ങൾ ഇപ്പോൾ ഇതേ ഡിക്കിന്ന് അയ്യോ ഫുഡ് അടിക്കാനുള്ള കുറേ സാധനം ഉണ്ടല്ലോ ഇതിനകത്ത്. ലേസിൻ്റെ വലിയ പാക്കറ്റ് കളിച്ച് ലഞ്ച്
സോ നമ്മൾ റൂമിലെത്തി. ഇതാണ് നമ്മുടെ റൂം. ചെറിയൊരു ജനാല, പുറത്തേക്കുള്ള വ്യൂ. ഓക്കെ, സോ ഈ ഒരു വീഡിയോ അപ്പം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ടെക്സസിലെ കാഴ്ചകളും ഒക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പം അതുവരയ്ക്കും ബൈ.